ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ കുറച്ച് സ്നാക്സ് ഐഡിയാസ് ഉണ്ട്. ഒരു 2 സ്നാക്ക് ഉണ്ടാക്കുന്ന കാര്യം, പിന്നെ ഡിന്നറിന് ഇപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ രാത്രി പെട്ടെന്ന് എന്താ ഉണ്ടാക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കില്ല. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മൊസംബി ജ്യൂസാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ ധാരാളം കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ജ്യൂസ് അടിച്ചാണ്. അതിന് ശേഷം ഇഞ്ചി നീരില്ലേ, ഇഞ്ചി നീരും തേനും കൂടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കഫക്കെട്ട് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അതും കൂടെ രാവിലെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഫുള്ളായിട്ടുള്ള വ്ളോഗ് ഞാൻ കാണിക്കുന്നില്ല. ഈവനിങ് ആയപ്പോൾ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള സ്നാക്ക് തന്നെ കഴിക്കണം. ഇതിൽ കുറച്ച് അബദ്ധങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഹയാനിക്ക് പനിയുള്ള സമയത്ത് ഹോട്ടലിൽ നിന്ന് മയണൈസൊക്കെ കഴിച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി. ഞാനത് കാണിക്കുന്നുണ്ട്. ആകെ ടെൻഷനായിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങുന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ സ്നാക്കായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പഴം ഉള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു സാലഡ് പോലെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. നമുക്കിപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് ഇപ്പോൾ കസ്റ്റാർഡ് കലക്കി അങ്ങനെയൊന്നും ബുദ്ധിമുട്ടാണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ ഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഡേറ്റ്സ് ഒരു 4 ഇട്ടു, ഒരു ആപ്പിൾ, പിന്നെ ഒരു അനാറ്, ഒരു 2 നേന്ത്രപ്പഴം, ഇതൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ആപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് വെക്കുമ്പോഴേക്കും വേഗം അതിൻ്റെ ഒരു കളറ് മാറില്ല. അപ്പോൾ അങ്ങനെ മാറാതിരിക്കാൻ കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ട് ഈ ആപ്പിൾ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇടുകയാണെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ആവാതെ കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ആപ്പിളെല്ലാം കൂടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അനാറും കൂടിയിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അനാറ് ഈസി ആയിട്ട് വരാനും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡും കീറിയിട്ട് പൊളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊക്കെ വിട്ട് വരും. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ബദാം, കുറച്ച് നട്ട്സിൽ ബദാമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ ഇപ്പോൾ പ്രതിരോധശേഷി കൂട്ടാനും വേണ്ടിയിട്ട് വൈറ്റമിൻ സി അടങ്ങിയ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കൂടുതൽ കഴിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് മിൽക്ക് മെയ്ഡും കുറച്ച് ഫ്രഷ് ക്രീമും ആണ് ആഡ് ചെയ്യുന്നത്. ഇത്രയും മാത്രം മതി. നമുക്ക് വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുപ്പ് പോലും കത്തിക്കാതെ തന്നെ പെട്ടെന്ന് ഇത്രയും ഫ്രൂട്ട്സ് നമുക്ക് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാനും പറ്റും കേട്ടോ. അവർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കഴിക്കില്ലല്ലോ. അതിനാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇത് കുറേ ദിവസം മുമ്പ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നും, കുറേ ദിവസം പറയുമ്പോൾ 1 മാസമൊക്കെ ആയിട്ടുണ്ടാവും, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അയച്ചു തന്ന ഒരു അബായാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മോഡലിനനുസരിച്ച് അവർ അടിച്ച് നമുക്ക് അയച്ചു തരും കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും ഈ അബായ വേണം എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് വേണ്ട എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അവരുടെ വാട്സാപ്പിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാം. ഒരുപാട് പേര് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സുഖമില്ലാത്തതുകൊണ്ടും തിരക്കുകൊണ്ടൊന്നും ഈ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ ഇപ്പോൾ ഇട്ടത്. ഇത് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. ഇനി അടുത്തൊരു സ്നാക്ക് ഐഡിയ ആണ്. മഖാന എന്ന് പറയും. അതായത് ലോട്ടസ് സീഡ്, താമരക്കുരുവിനെ ഇതുപോലെ പഫ് ചെയ്ത് അവരെന്തോ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കുന്നത് നല്ലതാണ്. വെയിറ്റ് ഒന്നും ഇൻക്രീസ് ആവില്ല. ഇത് ഇതുപോലെ വാങ്ങി വെക്കുക. അപ്പോൾ 100 വാങ്ങി വെക്കുക. കിലോയ്ക്ക് 900 രൂപ എന്തോ വരുന്നുണ്ട്. അപ്പോൾ 150 വാങ്ങി വെച്ചാൽ തന്നെ കുറേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് ചൂടാക്കി എടുക്കണം. നമ്മളൊന്ന് ക്രിസ്പി ആവുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം. നേരത്തെ നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ അമങ്ങി പോകുന്ന പോലെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്ത് മാറ്റി വെക്കുക. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഇതിൽ കറികളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പം നമ്മൾ കുട്ടികൾക്കും നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പോലെ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഞ്ചസാരയിൽ ഉണ്ടാക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇടുന്നത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. പാരീസിൻ്റെ ബ്രൗൺ ഷുഗറാണ്. ഇതൊരു 2-3 സ്പൂൺ നമുക്ക് ആവശ്യമുള്ള ആ ഒരു സിറപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന അളവിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ലേറ്റായിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം ഉരുകാൻ ടൈം ആവണമെങ്കിൽ ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതൊന്ന് കുറുകി വരില്ല. ആ സമയത്ത് നമുക്ക് മറ്റേതടുത്ത് ഇട്ട് കൊടുക്കാം. നോക്കട്ടെ, എന്ത് വേണോ? അങ്ങോട്ട് പോ, അങ്ങോട്ട് പോന്നു. ഇക്കവനെ കൊണ്ടുപോ.
ഒരു സ്റ്റിക്കി പരുവാകുന്ന സമയത്ത് നമ്മുടെ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്രിസ്പി ആയിട്ടുള്ള മക്കാനയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ അതായത് ആ ബ്രൗൺ ഷുഗറിൻ്റെ എല്ലാം നമ്മുടെ ഈ മക്കാനയായിട്ട് കൂടി ചേർന്ന് കിട്ടണം. അപ്പോഴേ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതപ്പോൾ ഏകദേശം അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പറ്റുന്നവർ ഈ സാധനം വാങ്ങിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയുന്ന 1-2 പേർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വയ്ക്കുക. അതിൽ ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇനി ഇത് ഒരു ബോക്സിലാക്കി വെക്കുക. എത്ര ദിവസം വേണമെങ്കിൽ നിൽക്കും. പക്ഷേ എത്ര ദിവസം നിൽക്കും എന്ന് ഉറപ്പില്ല. നമ്മളെ വീട്ടിൽ നമ്മളും കുട്ടികളും ഒക്കെ കണക്ക് തന്നെയാണ്. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ അവർക്ക് വിശക്കുന്ന സമയത്ത് മിഠായി വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ കൊടുക്കാം കേട്ടോ. ചുച്ചു തിന്ന് നോക്കട്ടെ. ഇരുന്ന് തിന്നണ്ടേ? ഇഷ്ടപ്പെട്ടാ? അവിടെ പോയി ഇരുന്ന് കഴിച്ചോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി ആയിട്ടുണ്ട്. കറിയൊന്നുമില്ല, രസമായിരുന്നു ഒന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ നാഷ്ട എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ പേടി നല്ലോണം ഉണ്ട്. ഹയാന് പണി കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചപ്പാത്തിക്ക് കറി ഇല്ലാത്തതുകൊണ്ട് ചപ്പാത്തീൻ്റെ ഉള്ളിൽ നല്ലൊരു സ്റ്റഫ് വെച്ചിട്ട് അടിപൊളി സ്നാക്കും വേണമെങ്കിൽ നമുക്ക് ആക്കാം, അതല്ലെങ്കിൽ ഡിന്നറും ആക്കാം കേട്ടോ. പിന്നെ ഉള്ളിൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ, ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉള്ളി ഞാൻ ഇക്കാക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഈ കണ്ണ് നീറുന്നതുകൊണ്ടാണ്. കണ്ണ് നീറാതിരിക്കാനുള്ള കുറച്ച് ട്രിക്സൊക്കെ കിട്ടിയിട്ടുണ്ടാക്കും. നമ്മൾ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കി തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിലൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർന്നിട്ട് 2 സ്പൂണോളം പേസ്റ്റ് അതിന് നമ്മൾ വീട്ടിലാക്കി വെച്ചാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയാണ്. തക്കാളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഒരു നുള്ള് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിന് ശേഷം ഞാൻ മുട്ടക്കോസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇതിൽ പച്ചക്കറി വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. രാത്രി ആയതുകൊണ്ട് ഒത്തിരി പണിയൊന്നും ചെയ്യാൻ വയ്യ കേട്ടോ, അതാണ്. പിന്നെ ഇപ്പുറത്ത് കുറച്ച് ബീഫ് കീമ പോലെ ആക്കിയത് ഒന്ന് വെള്ളത്തിൽ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. ഇനി ആ കീമ വന്നിട്ട് ഇതിലേക്ക് ഈ പച്ചക്കറിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് അതിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പുറത്ത് അപ്പോൾ ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത്. നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെയാണ് പരത്തേണ്ടത്. പക്ഷേ ഉള്ളിൽ ഈ സ്റ്റഫ് വെക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു സൈസിനനുസരിച്ചിട്ട് പരത്തിയെടുക്കുക. ഈ സ്റ്റഫ് വന്നിട്ട് ഒരുപാട് ചൂടോടുക്കല്ല വെച്ചത്, നമ്മൾ ഫാനിൻ്റെ ചോട്ടിൽ ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ഇത് മടക്കി റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഈ റോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിന് വേണമെങ്കിൽ ആക്കാം. അപ്പോൾ ഞാനിതുപോലെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ഇതൊന്ന് എണ്ണയിൽ മുഴുവനായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുന്നില്ല, ഒരു ഷാലോ ഫ്രൈ എന്ന രീതിക്കാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചപ്പാത്തിയുടെ ഈ കൂട്ടല്ല ഈ സംഭവം, ഈ പൗച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഗോൾഡൻ കളർ വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. കറി ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. മക്കൾക്ക് പിന്നെ ഇഷ്ടമാവുകയും ചെയ്യും. ലാസ്റ്റ് ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, ഇത് സെലറിയാണ് കേട്ടോ. അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മല്ലിയില പോലെ അത് ഇട്ട് കൊടുത്താണ്, കുഴപ്പമൊന്നുമില്ല.
എന്നിട്ട് ഉള്ളിയൊക്കെ സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ ഭംഗിയാക്കുക. പിന്നെ ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് ചിക്കൻ ബ്രോത്ത് ഉണ്ടായിരുന്നില്ല, അതും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താണ്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ അതും കൂടെ ഒഴിച്ചപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയ ഉടനെ തന്നെ എല്ലാവരും കുറച്ചൊന്ന് ടേസ്റ്റൊക്കെ നോക്കി. പിന്നെ ടേബിളിലിരുന്ന് എല്ലാവരും കഴിച്ചു, ഞാനും കഴിച്ചു. അതിനുശേഷം ചെറിയ മക്കളെ ഒന്ന് കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവരെ ഇനി ഉറക്കിയിട്ട് വേണം എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കാൻ. രണ്ടുപേരെയും തൊട്ടിയിലിടാൻ പോവാണ്. ഒരാളെ തൊട്ടിയിലിട്ടാൽ മറ്റാളെയും ഒപ്പം തന്നെ ഇടണം. കുറേ മുമ്പ് തൊട്ടേ ഇങ്ങനെ ബുദ്ധി വെച്ചപ്പോൾ തൊട്ട് ചുച്ചുകുട്ടി അങ്ങനെയാണ് കേട്ടോ. അവനും മാത്രം ചെയ്ത് കൊടുത്താൽ അവൾക്കൊരു സങ്കടമാവും. അപ്പോൾ ഒപ്പം തൊട്ടിയിലിട്ടിട്ട് ഒപ്പം ആട്ടണം അമ്മിയെങ്കിലും ഉറങ്ങുള്ളൂ എന്ന് പറയും. രണ്ടുപേരെയും രണ്ട് കയ്യിലും പിടിക്കണം കേട്ടോ. നല്ല കുട്ടി ആരാണ്? നല്ല കുട്ടി നല്ല കുട്ടി. ആരെങ്കിലും ഒരാളുടെ ഏറ്റെടുക്കൂ. ബാബോ അതോ ഇറക്കാനാണ് വന്നപ്പോ വന്നത്. അങ്ങനെ കുറേ നേരം തൊട്ടിലിട്ട് ആട്ടിയിട്ട് അവർ ഉറങ്ങിയൊന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ചും കൂടെ പണികൾ ബാക്കിയുണ്ടായിരുന്നു. ഹാളിൽ മൊത്തം കഴിച്ചതൊക്കെ താഴെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഹാളൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ആക്കിയതിന് ശേഷം ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി ഇടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ. അസ്സലാമു അലൈക്കും.